தென்காசியிலேருந்து சொல்லிட்ட போகிற பாதை எல்லாம் கேரளா மக்கள் நிறைய வராங்க வந்து பூவை மாத்திரம் நொடிச்சிடாம பூவை நல்ல சந்தோஷமா நல்லா வளர்த்து வச்சிருக்கோம் நல்லா பார்த்துட்டு போவோம். ഓഗസ്റ്റ് മാസമാണ്. ഓഗസ്റ്റ് മാസം വന്നാൽ നിങ്ങൾക്ക് ஒரு ஓன வரைக்கும் இந்த பூ இருக்கும். 24C ബസ്. ഹലോ, ഞാനിപ്പോൾ നിൽക്കുന്നത് തെങ്കാശിയിലാണ്. തെങ്കാശിയിലെ സൂര്യകാന്തി പാടങ്ങൾ കാണാനാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഈ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ എന്നീ 3 മാസങ്ങളിലൊക്കെയാണ് ഇതിൻ്റെ സീസൺ ഉള്ളത്. ഈ തെങ്കാശിയിലെ സൂര്യകാന്തി പാടങ്ങൾ കാണാൻ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഇതിന് മുന്നേ തെങ്കാശിയിൽ വന്നിട്ടുണ്ടെങ്കിലും സൂര്യകാന്തി സീസൺ എന്ന് പറയുന്നത് ഈ 3 മാസമാണ്. അപ്പോൾ നമ്മൾ അത് കാണാനാണ് പോകുന്നത്. തെങ്കാശിയിലെ തന്നെ സുന്ദരപാണ്ഡ്യപുരം സുറണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ സൂര്യകാന്തി പാടങ്ങൾ കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് ബസ് കയറിയിട്ട് വേണം ഇനി അങ്ങോട്ട് പോകാൻ. അപ്പോൾ ഞാനിങ്ങോട്ട് വന്നത് തിരുച്ചെന്തൂർ അതുപോലെ തിരുനെൽവേലി യാത്ര കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇന്നലെ വൈകുന്നേരം ഒരു 8 മണിയായി തെങ്കാശിയിൽ എത്തിയപ്പോൾ. 8 മണിക്ക് വന്നിട്ട് റൂമെല്ലാം എടുത്ത് 500 രൂപയാണ് റൂമിനായിട്ടുള്ളത്. അങ്ങനെ റൂം എടുത്തതിന് ശേഷം രാവിലെ റൂം തുറന്ന് നോക്കിയപ്പോൾ ഉള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ. തെങ്കാശി ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് തന്നെയാണ് റൂം എടുത്തത്. അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് തന്നെ ഒരു തടാകവും അതുപോലെ തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഒരു മലയൊക്കെ നിൽക്കുന്ന പോലുള്ള നല്ലൊരു ആംബിയൻസ് ആയിരുന്നു കാണാൻ. ഇത് ഈ ബസ് സ്റ്റാൻഡിൻ്റെ ബാക്കിലായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത്. ഈ സൈഡിൽ കണ്ടില്ലേ, നല്ല തടാകമാണ്, നല്ല ഓളം അടിക്കുന്നുണ്ട് വെള്ളം. നല്ല കാറ്റായിരുന്നു ഇന്നലെയൊക്കെ രാത്രിയിലും. ഇപ്പം നല്ല കാറ്റടിക്കുന്നുണ്ട്. നല്ല മനോഹരമായിട്ടുള്ളൊരു തടാകമാണ്. അതിൻ്റെ സൈഡിലായിട്ട് വരെ നടക്കാനും അതുപോലെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻ്റർലോക്കും അതുപോലുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ വെൽ മെയിൻ്റനൻസ് ഒന്നുമല്ല. അതുപോലെ തന്നെ ഈ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ ആണ്ട് നല്ല മലനിരകൾ കാണാം കേട്ടോ. വെസ്റ്റേൺ ഗട്ട്സ് നമുക്ക് ഇവിടുന്ന് നല്ലതുപോലെ കാണാൻ പറ്റും. അതവിടെ ഒരു മഴവിലെല്ലാം നിൽക്കുന്നുണ്ടല്ലേ, നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. അപ്പോൾ ഇനി ഇവിടുന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ ബസ് കയറിയിട്ട് സുന്ദരപാണ്ഡ്യപുരത്തോട്ട് പോവാം. ഇതേ ഇവിടെ ഒരു ഹോട്ടൽ കാണുന്നുണ്ട്, പോയി നോക്കാം. ഇവിടുന്ന് കഴിച്ചിട്ട് ഇനി ബസ്സിന് കയറാൻ പോവാം. ഇപ്പോൾ സമയം 8 മണിയായി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇഡ്ഡലിയാണ് കഴിച്ചത്. 3 ഇഡ്ഡലി 36 രൂപ. ഇതാണ് തെങ്കാശിയിലെ ഓൾഡ് ബസ് സ്റ്റാൻഡ്. ഇപ്പോൾ ഒരു ബസ് വന്നിരുന്നു കേട്ടോ, 24C എന്ന് നമ്പറെല്ലാം എഴുതിക്കൊണ്ട്. ആ ബസ് സുന്ദരപാണ്ഡ്യപുരത്തോട്ട് പോകുന്നതാണ്. അതിനി പുതിയ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ഇങ്ങോട്ട് തിരിച്ച് വന്നിട്ടേ പോകത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ ആണ്ട് നമുക്ക് സുന്ദരപാണ്ഡ്യപുരത്തോട്ട് പോകാനുള്ള 24C ബസ് വരുന്ന്. നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇതെന്തായാലും ഇതിൽ കയറാം. അങ്ങനെ സുന്ദരപാണ്ഡ്യപുരത്ത് വന്നിട്ട് ബസ് ഇറങ്ങി കേട്ടോ. ഇതാണ് സുന്ദരപാണ്ഡ്യപുരം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ബസ് സ്റ്റാൻഡ്. ചെറിയൊരു ബസ് സ്റ്റാൻഡാണ്. കാരണം കുറച്ച് കടകളൊക്കെ ഉള്ളു ഇവിടെ പുറത്തായിട്ട്. അവിടെ ഒരു ATM എല്ലാം കാണുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഇനി ഇവിടുന്ന് സൺഫ്ലവറുള്ള തോട്ടങ്ങൾ എവിടേക്കാണെന്ന് കണ്ടുപിടിക്കണം. തെങ്കാശിയിൽ നിന്ന് സുന്ദരപാണ്ഡ്യപുരം വരെ 10 കിലോമീറ്ററാണ് ഉള്ളത്. അതുവരെ വരുന്നതിന് 12 രൂപയാണ് ബസ് ടിക്കറ്റ്. ബസ് സ്റ്റാൻഡിൻ്റെ പുറത്തായിട്ട് ചെറിയ ഹോട്ടലുകളെല്ലാം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് അവിടെ ഈ ഭാഗത്തെല്ലാം ചെറിയ ചെറിയ ഹോട്ടലുകളെല്ലാം ഉണ്ട്. ഉണ്ടെങ്കിൽ സൺഫ്ലവർ കാണരുത്തേക്കൊക്കെ പോകണം. നേരെ അതാണ് സുന്ദരപാണ്ഡ്യപുരത്ത് ഈ ബസ് സ്റ്റാൻഡിൻ്റെ ഈ സൈഡിലൂടെ ഒരു റോഡുണ്ട് കേട്ടോ. അതായത് ലെഫ്റ്റ് സൈഡിലൂടെ ഒരു റോഡുണ്ട് അകത്തോട്ട്. ഈ റോഡ് വഴിയാണ് നിലവിൽ സൂര്യകാന്തി പാടങ്ങളോട്ട് പോകുന്നത്. അതായത് ഇവിടെ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഉള്ളത്. മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ ഇപ്പോൾ കൊഴുത്ത് കഴിഞ്ഞെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതുവഴി കുറച്ചങ്ങോട്ട് പോകണം, 1 കിലോമീറ്ററൊക്കെ പോകണം എന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് പോയി നോക്കാം. സ്വന്തം വണ്ടിയിൽ വരുന്നവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അവർക്ക് തേടി പിടിച്ച് അങ്ങനെ പോകുന്ന കാര്യമുള്ളൂ. ബസ്സിലൊക്കെ വരുന്നവർക്ക് ബസ് ഇറങ്ങിയിട്ട് ഈ റോഡ് വഴി ഇങ്ങനെ കയറി നടക്കാം, അല്ലെങ്കിൽ ഓട്ടോ വിളിക്കാം. എന്തായാലും ഞാൻ നടന്നിട്ടാണ് പോകുന്നത്. നടന്നു വരുമ്പോൾ ഇതുപോലെ ഒരു ബിൽഡിംഗ് എല്ലാം കാണാം. നല്ല ഭംഗിയുണ്ട്, ചിത്രമെല്ലാം വരച്ച് വെച്ചേക്കുന്നു. നല്ല മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ കാണാൻ. ഇവിടെ ചെറിയൊരു തടാകം എല്ലാം കാണുന്നുണ്ട്. ഇവിടെ നിന്നായിരിക്കാം ഇവിടേക്കുള്ള കൃഷി സ്ഥലത്തോട്ടൊക്കെ വെള്ളമെല്ലാം എടുക്കുന്നത്. ഈ തടാകത്തിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു ജംഗ്ഷനാണ്. ഈ ജംഗ്ഷനിൽ ഇതുപോലെ സൺഫ്ലവർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ആരോ മാർക്കെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് അങ്ങോട്ടാണെന്ന് തോന്നുന്നു. എന്തായാലും പോയി നോക്കാം അങ്ങോട്ട്. ഇങ്ങനെ നമ്മൾ ഏകദേശം ഒരു 1 കിലോമീറ്ററോളം നടന്നാണ്ട് നമ്മളെ ലക്ഷ്യസ്ഥാനത്തെത്തി. കണ്ട് സൺഫ്ലവർ എല്ലാം നല്ല കാറ്റത്ത് ആടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സൺഫ്ലവർ ഫുള്ളായിട്ടല്ല കൃഷി ചെയ്തേക്കുന്നത്, ഓരോരോ ഭാഗങ്ങളിൽ ഓരോ ഇതായിട്ടാണ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഈ സൈഡിലൊക്കെ ആണ്ട് ഉള്ളികളാണ്, സവാളയുടെ കൃഷിയാണ്. അങ്ങനെ ഈ ഒരു ഏരിയ സവാള, അതുപോലെ ആ ഒരു ഏരിയ കരിമ്പാണ്. ഞാൻ ആദ്യമായിട്ടാണ് തെങ്കാശിയിലെ ഈ സൺഫ്ലവർ കാണാൻ വരുന്നത്. നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കാണാൻ പറ്റിയത്. ഇപ്പോൾ ഇതെല്ലാം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇത് കുറച്ചുകൂടെ ദിവസം കഴിഞ്ഞാൽ ഇതെല്ലാം കൊയ്ത്ത് കഴിയും. ഇപ്പോൾ ഇത് ഓഗസ്റ്റ് മാസമാണ്. ഓഗസ്റ്റ് മാസം വന്നാൽ നിങ്ങൾക്ക് ഈ മനോഹരമായിട്ടുള്ള കാഴ്ചകളെല്ലാം കാണാം. നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ സൂര്യകാന്തി തോട്ടത്തിലൂടെ ഒന്ന് നടന്നു നോക്കണം കേട്ടോ. അതിമനോഹരമായ കാഴ്ചയാണിത്.
കണ്ണെത്താ ദൂരം പരന്നു കിടക്കുന്ന ഈ മഞ്ഞപ്പുഴ, ഒരേ ദിശയിലേക്ക് നിൽക്കുന്ന സൂര്യകാന്തി പൂക്കളും ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനും കണ്ണിനും ഒരുപോലെ കുളിർമയാണ്. എന്തായാലും ഇത് ഓണം തീരുന്നത് വരെയൊക്കെ കാണും. ഈ ഓണത്തിന് വെക്കേഷൻ വരുമല്ലേ, അപ്പോൾ മസ്റ്റായിട്ട് തെങ്കാശി വിസിറ്റ് ചെയ്യുക. ഈ സൺഫ്ലവർ മാത്രമല്ല, കുറ്റാലം വാട്ടർഫോള്, അന്യൻപാറ, ടൈഗർ ഫോൾസ്, കാശി വിശ്വനാഥ ക്ഷേത്രം തുടങ്ങിയവയെല്ലാം വിസിറ്റ് ചെയ്യുക. കൂടാതെ വെറൈറ്റി ഫുഡ് കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. ഇവിടെ ഈ തോട്ടങ്ങളിലോട്ടൊക്കെ ഇറങ്ങുവാണെങ്കിൽ ശ്രദ്ധിക്കണം കേട്ടോ, ആളുണ്ടെങ്കിൽ അവരോട് ചോദിച്ചിട്ട് വേണം ഇറങ്ങാൻ. ആൾക്കാർ വന്നിട്ട് ഈ പിച്ചിൽ പോകുന്നതുകൊണ്ട് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് പറഞ്ഞത് കേട്ട്. അപ്പോൾ അതുപോലെ തന്നെ ചിലവർ പൈസ മേടിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നിടത്ത് ഈ ഏരിയയിൽ ആൾക്കാരൊന്നും കാണുന്നില്ല. ഒരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ആളെ കാണുവാണെങ്കിൽ ചോദിച്ചാൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. നമ്മൾ പിച്ചാതെ നോക്കുക, അവരെ കൃഷിയല്ല, അവരെ ജീവിതമാർഗ്ഗം. അപ്പോൾ അത് അവരെ ബുദ്ധിമുട്ടിക്കാതെ ഫോട്ടോ എല്ലാം എടുത്തിട്ട് പോവാം. ഇത് ഓൾമോസ്റ്റ് ഇതുപോലെ എല്ലാ എണ്ണവും വെയിറ്റ് കാരണം വളഞ്ഞിരിക്കുന്നതാണ്. അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ നല്ല കാറ്റടിക്കുന്നുണ്ട്. ഇത് ഓൾമോസ്റ്റ് ഈ ചുറ്റിനുമുള്ള മഞ്ഞ ഇതളുകളെല്ലാം കൊഴിഞ്ഞു പോയിട്ടാണ്ട് വിത്തിന് പാകമായിട്ട് വന്നിരിക്കുന്നതാണ് കേട്ടോ. ആണ്ട് ചിലതൊക്കെ ഇതുപോലെ മുട്ടിട്ട് നിൽക്കുന്നേ ഉള്ളൂ, ബിരിയാണി പാകത്തിനായി നിൽക്കുന്നേ ഉള്ളൂ. ഇത് ആ സൈഡിലെല്ലാം സൺഫ്ലവറിൻ്റെ കൃഷി നമുക്ക് കാണാം. ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇവിടെ. ഈ സുന്ദരപാണ്ഡിപുരത്ത് ബസ് ഇറങ്ങി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഓട്ടോ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ചിങ്ങോട്ട് നടന്നാൽ മതി. അതുപോലെ തന്നെ ആ സൈഡിലെല്ലാം ഉണ്ട് സൺഫ്ലവറേ. ഇതുപോലെ വണ്ടികളിലെല്ലാം വന്നിട്ട് ആൾക്കാർ വന്നിട്ട് ഇറങ്ങി കാണുന്നുണ്ട്. അവിടെ എനിക്ക് തോന്നുന്നു ചാർജ് കൊടുക്കണം എന്ന് തോന്നുന്നു. ഇതിവിടെ കൊച്ചുള്ളി എല്ലാം റോഡിൻ്റെ സൈഡിൽ കൂട്ടിയിട്ടേക്കുന്നത്. ഇത് എവിടുന്നോ തോട്ടത്തിൽ നിന്ന് കൊണ്ടുവന്ന് ഇതിലോട്ട് ഇടുന്നത്. ഇവിടുന്ന് ലോഡ് ചെയ്ത് പോകാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് റോട്ടിൽ കൂട്ടിയിട്ടേക്കുന്നതാണ്. അങ്ങനെ നമ്മൾ കുറച്ചിങ്ങോട്ട് ഫ്രണ്ടിലോട്ട് നടക്കുമ്പോഴത്തേന് ഇവിടെ ഒരു സൺഫ്ലവറിൻ്റെ തോട്ടമുണ്ട്. ഇത് നല്ല ഭംഗിയായിട്ട് കാണാം നമുക്ക്. ഇതിൽ ഓൾമോസ്റ്റ് ഇതെല്ലാം ഇപ്പോൾ വിരിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. എല്ലാം നല്ല മഞ്ഞ കളറിൽ നിൽക്കുന്നത് കണ്ടോ. അതുകൊണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് നല്ല അടിപൊളിയായിട്ടാണ് സൺഫ്ലവർ നിൽക്കുന്നത്. ഇവിടെ എല്ലാം ഇപ്പോൾ വിരിഞ്ഞിട്ടുള്ളതെന്ന് തോന്നുന്നു. നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് എല്ലാം. வந்து இது ஒன்று 3 ஞாயிற்றுக்கிழமை இருக்கும், 3 ஞாயிற்றுக்கிழமை இருக்கும். அது போக சன்ஃப்ளவர் பூ கேரளா மக்களுக்கு போட்டிருக்கோம். கேரளா மக்களுக்கு போட்டிருக்கோம். வந்து பூ வந்து ரொம்ப நொடிச்சிடக்கூடாது, நொடிச்சு ரொம்ப இது பண்ணாமல் பூவெல்லாம் ஆயாமல் நல்ல முறையோடு வந்து நின்று பார்த்துட்டு போங்க. பீஸ் 25 ரூபா, வர மக்களுக்கு ஒரு ஆளுக்கு 25 ரூபா. சிந்திராப்பண்ணியப்புறம் சுரண்ட ரோடு எல்லாம் கேரளா மக்கள் நிறையா வராங்க. வந்து பூவை மாத்திரம் நொடிச்சிடாமல் பூவை நல்ல சந்தோஷமாக நல்லா வளர்த்து வச்சுருக்கோம், நல்லா பார்த்துட்டு പോங்க. ഇതുപോലെ ഒരുപാട് ആൾക്കാരാണ് കേട്ടോ കാണാൻ വന്നിരിക്കുന്നത്. ഇതുപോലെ തന്നെ വരുന്നവർക്ക് വേണ്ടി ഇവർ ചെറുതായിട്ട് ഇതുപോലെ കൊച്ചുള്ളി, തക്കാളി, വെണ്ടയ്ക്ക അതെല്ലാം അങ്ങനെ വെച്ചിട്ടുണ്ട്. വരുന്നവർക്ക് മേടിച്ചിട്ട് പോവാം. இது தென்காசியிலேருந்து சொல்லிட்ட போகிற பாதை ரோடு. இதில் நாங்கள் வந்து சூரியகாந்தி மாற்றி விட்ருக்கோம். ஓண பண்டிகைகளுக்கு கேரளா மக்கள் இங்கே வந்து படம் எடுக்கும், ஃபோட்டோ எடுக்கும். ஒரு ஆளுக்கு 25 ரூபா ஆச்சு. ஒரு ஓணம் வரைக்கும் இந்த பூ இருக்கும். ഇത് മുഴിഞ്ഞ് അടുത്ത ഐറ്റം പോട്ടിരിക്കോം. നമ്മൾ ഈ ഭാഗത്തോട്ട് വരുവാണെങ്കിൽ ഒരുപാട് ചോളകൃഷിയാണ് സൈഡിലായിട്ട് കാണുന്നത്. ചോളകൃഷിയും അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്തായിട്ട് സൺഫ്ലവർ കൃഷിയും കാണാം. ഈ ഒരു ഭാഗത്തായിട്ട് മല്ലിക്കൃഷിയാണ്. ഇത് നോക്കി ഇതുപോലെ വരമ്പെല്ലാം തിരിച്ചിട്ട് മല്ലി നട്ടേക്കുന്നതാണ്. ഇവിടെ കാണുന്നത് പയറാണ് കേട്ടോ, മറ്റേ അമരപ്പയറാണ് കാണുന്നത്. അതിന് ചുറ്റുമായിട്ട് ഇതുപോലുള്ള ചെടികൾ കൊണ്ട് വേലിയെല്ലാം ഇങ്ങനെ കെട്ടി വെച്ചേക്കുവാണ്. അതിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് സൺഫ്ലവർ കാണാം കണ്ടോ. നമുക്ക് തിരിച്ച് തെങ്കാശിയിലോട്ട് ബസ് കയറി പോവാം. ഇവിടെ ഒരു തെങ്കാശി ബസ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ കയറിയിട്ട് നമുക്ക് തെങ്കാശിയിൽ പോയിട്ട് ഇറങ്ങാം. ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മൾ ഈ വരുന്ന വഴിയിലും കാണാൻ പറ്റും കേട്ടോ സൺഫ്ലവർ. അല്ല അവിടെയും കുറേ ആൾക്കാരെല്ലാം നിന്നുകൊണ്ട് ഫോട്ടോ എല്ലാം എടുക്കുന്നുണ്ട്. നമ്മൾ ഈ സുന്ദരപാണ്ഡിപുരത്തുനിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് തന്നെയാണ് ഈ അന്യൻപാറ ഉള്ളത്. ഇതാണ് അന്യൻപാറ. അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ പോയിട്ടാണ് നമ്മൾ ശരിക്കുള്ള വ്യൂ കിട്ടുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട സൺഫ്ലവർ അന്യൻപാറയുടെ തൊട്ടടുത്ത് തന്നെ ആയിട്ടാണ്. നേരത്തെ നമ്മളിവിടെ വന്നിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. നേരത്തെ മുന്നൊരു വീഡിയോ നമ്മളിത് ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ട് ഇവിടെ വേലിയെല്ലാം കെട്ടിയിട്ടുണ്ട്. പക്ഷെ ഓപ്പണാണ്. അന്ന് ഇതുപോലെ വേലിയൊന്നും ഇല്ലായിരുന്നു. ഇവിടെയും ഒരുപാട് ആൾക്കാരെല്ലാം വന്ന് നിൽക്കുന്നുണ്ട്, ഫോട്ടോസ് എല്ലാം എടുത്തുകൊണ്ടിട്ടുണ്ട്. പിന്നെ സൺസെറ്റ് എല്ലാം കാണാൻ നല്ല അടിപൊളിയാണ്. ഉച്ചയായതുകൊണ്ട് നമ്മളിവിടെ ഇറങ്ങുന്നില്ല. ഇനിയിപ്പോൾ നേരെ തെങ്കാശിയിലോട്ട് തന്നെ പോവാം. അങ്ങനെ തിരിച്ച് തെങ്കാശി ഓൾഡ് ബസ് സ്റ്റാൻഡിൽ തന്നെ വന്ന് ബസ് ഇറങ്ങി. അവിടെ നിന്ന് തന്നെ അടുത്തൊരു ഹോട്ടലിൽ നിന്ന് ഊണ് കഴിച്ച് 100 രൂപയായി. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ തിരിച്ച് നാട്ടിലോട്ട് പോവാണ്. തെങ്കാശിയിൽ നിന്ന് 2:15 നമ്മളെ ഗുരുവായൂർ എക്സ്പ്രസ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ലേറ്റാണ്, 1 മണിക്കൂർ ലേറ്റായിട്ടാണ് കാണിക്കുന്നത്. 3 മണിയാവും വരുമ്പോൾ. അപ്പോൾ ഇനി ആ ട്രെയിനിൽ കയറിയിട്ട്
നമുക്ക് കായംകുളത്തോട്ട് പോകണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.